എന്തായാലും ജയരാജൻ, പി ജയരാജൻ, മനു തോമസ് വിഷയം ഇങ്ങനെ CPM-നകത്ത് വല്ലാതെ ലൈവായി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് മനു തോമസ് അദ്ദേഹത്തിൻ്റെ മകൻ ജെയിൻ രാജിനെതിരായിട്ട് വലിയ ആരോപണങ്ങളൊക്കെ വരികയും അദ്ദേഹം വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നു, അവിഹിതമായ ബിസിനസ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ജയരാജിൻ്റെ മകൻ ജെയിൻ രാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വളരെ വിശാലമായിട്ട് വളരെ നീണ്ട ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് ഞാൻ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അദ്ദേഹം ഒരു രമ്യഹർമ്മ്യം നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പിന്നെ പത്രസമ്മേളനം നടത്തുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ജെയിൻ രാജ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കഥകളൊക്കെ ഒരുപാടുണ്ട്, ഞാൻ അങ്ങോട്ട് കൂടുതൽ പറയുന്നില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ താങ്കൾക്ക് ആ ഒരു പോസ്റ്റിലെ കാര്യങ്ങൾ ഒന്ന് താങ്കൾ വായിച്ചതായിരിക്കും. എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പോസ്റ്റ് വായിച്ചില്ല, പക്ഷേ അതിൽ പറഞ്ഞതെന്താ എനിക്കറിയാം ഈ സംഭവങ്ങളൊക്കെ. ജയരാജേട്ടൻ്റെ 2 മക്കളും ഈ പറയുന്നതിനെ വളരെ ഡൗൺ ടു എർത്തായി ജീവിക്കുന്നതാണ്. ചേച്ചി അങ്ങനെ തന്നെ, എനിക്കറിയാം, ആ ഫാമിലി എനിക്കറിയാം. അവരെ ഒരു തരത്തിലുള്ള ആർഭാടത്തിലൊന്നും പോകാതെ നിൽക്കുന്നതാണ്. ജയരാജേട്ടൻ്റെ വീട് തന്നെ നമ്മളെ വീടിനെക്കാൾ ചെറിയൊരു വീടാണ്. അവിടെ ഒരു മകൻ ഈ പറഞ്ഞ ഒരു സ്വിഫ്റ്റ്, ഒരു വെള്ള സ്വിഫ്റ്റ് കാർ കണ്ടിട്ടുണ്ട്. അത് മകൻ്റെ ഭാര്യ, അവൾ നേഴ്സായിരുന്നു. അപ്പം അന്ന് അവൻ ഞാൻ വീട് പോയ സമയം ഗൾഫിലാണുള്ളത്. അപ്പം മറ്റേ മോനും അങ്ങനത്തെ അവൻ എന്തെങ്കിലും ചെറിയ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ജയരാജേട്ടനെ പറ്റി അങ്ങനൊരു ഇപ്പോൾ കണ്ണൂരുകാരോട് പുറത്ത് ഇതൊന്നും അറിയാത്തവർ ചിലപ്പോൾ എന്ത് അറിയാനിക്കും. ഇപ്പോൾ കണ്ണൂരുകാരോടോ അല്ല മലബാറുകാരോടോ ഒന്നും ജയരാജേട്ടനെ പറ്റി അദ്ദേഹം ഏതെങ്കിലും ഈ രാഷ്ട്രീയ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസ് പ്രതിയാണെന്ന് ചോദിച്ചാൽ ആളുകൾ അതിൽ സംശയമൊന്നും ഉണ്ടാവില്ല. സ്വാഭാവിക കണ്ണൂർ പാർട്ടി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട അത്തരം കേസുകളിൽ സ്വാഭാവിക ജയരാജേട്ടൻ ഫീൽഡിൽ നിൽക്കുന്ന ആൾ നിധി അതേ പേര് വരും, സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെ വരും ആരും വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. അതിന് അത്രയും ഈ വർത്തമാനത്തിൽ ഡൗൺ ടു എർത്തായും അതുപോലെ തന്നെ ഈ വസ്ത്രധാരണത്തിൽ ഡൗൺ ടു എർത്തായിട്ടൊക്കെ അഭിനയിക്കുന്ന ആളുകൾ അങ്ങനെ ആളല്ല. അങ്ങനെ പറയാനുള്ള വേണ്ടി തോന്നുന്നു പറയും. എന്നാൽ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങേയറ്റം സുതാര്യതയും ലാളിത്യമുള്ള ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരാണ്. അത്തരം ഒരു തരത്തിലുള്ള അംബീഷനും വെച്ച് പുലർത്താതെ. അപ്പം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു VS-നെ കിട്ടിയ ഒരു കാലത്ത് റെസ്പെക്റ്റ് അതായിരുന്നു. പക്ഷേ VS എപ്പോഴും സെൽഫായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ VS ശ്രമിച്ചിരുന്നു അവസാന കാലഘട്ടത്തിൽ. അത് പാർട്ടി എനിക്ക് വിഭാഗീയതയായിട്ട് ബന്ധപ്പെട്ടാണ് VS അങ്ങനെ പൊസിഷൻ എടുക്കേണ്ടി വന്നത്. എന്നാൽ ജയരാജേട്ടൻ അങ്ങനെ പോലും ജയരാജേട്ടൻ ചെയ്തിട്ടില്ല. ജയരാജേട്ടനെതിരെ ഇപ്പം അരിവാളും നെൽക്കതിനും ആ പാട്ടൊക്കെ ഉണ്ടല്ലോ. അത് അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി വന്ന സമയത്ത് അരിയിൽ ഷുക്ക് വധക്കായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ജയരാജൻ ആരാണ് എന്ന് നാട്ടുകാരെ ഓർമ്മപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ച് ചെയ്താണത്. ശരി, ഞാൻ പറയാം അത്ര കാര്യങ്ങളെല്ലാം അല്ല, ഞാൻ അത് പറയാം, എങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പാർട്ടി തീരുമാനിച്ച് ചെയ്ത കാര്യമാണ് അത്. പക്ഷേ പിന്നെ പാർട്ടി ഇവിടുന്ന് നോക്കിയ സമയത്ത് അവർക്ക് കൈവിട്ട് പോയി ജയരാജൻ. കാരണം ഓരോ സ്ഥലത്ത് നമ്മൾ ജയരാജനെ ഇട്ടുകൊണ്ടെടുക്കുന്ന ഫോട്ടോ ഒക്കെ വലിയ ഹോർഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും. അപ്പോൾ അത് കൈവിട്ട് പോയെന്നൊരു ഫീല് പാർട്ടിക്ക് വരും. അങ്ങനെ വ്യക്തി ഒരു പരിധി കൂടെ വളർന്ന് പാർട്ടിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് അതിലൊന്ന് ശാസിച്ചു. അത് അത്രയേ ഉള്ളൂ. അത് ജയരാജേട്ടൻ എന്ത് ചെയ്തു? പാർട്ടി എന്ത് പറഞ്ഞു അത് തന്നെ ചെയ്തു. ഒരു അക്ഷരം തിരിച്ചു വന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പർക്കെതിരെ അവിടെ കണ്ണൂർ ഈ സമാധാനം വരുന്നു, RSS-ആയിട്ട് ടൈപ്പല്ല ട്രൂസ് വരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ജയരാജേട്ടനാണ് ഒരു പാർട്ടി സഭാപിന് ഒരു കംപ്ലൈൻറ്റും കൊണ്ട് ഒരു വിഷമം കൊണ്ട് വന്നൊരു അടി കിട്ടി വന്നാൽ ജയരാജേട്ടൻ നമുക്ക് സമാധാനിച്ചേക്കാം എന്ന് പറയുന്ന ഒരാളല്ല. അടിച്ചാൽ തിരിച്ചടിക്കുന്ന മൂപ്പരല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അങ്ങനെ സമാധാനം വന്ന സാഹചര്യം എന്തെങ്കിലും അനിഷ്ട സംഭവം വന്നു കഴിഞ്ഞാൽ ജയരാജേട്ടനാണ് ജയരാജൻ പുറത്തേടെ കൂടെ അത് സമാധാനിപ്പിക്കാൻ നിൽക്കില്ല. അതുകൊണ്ടായിരിക്കാം അന്ന് ലോക്സഭാ ഇലക്ഷന് അദ്ദേഹത്തെ അവിടെ മാറ്റിയതിനു തിരിച്ച് അവിടെ റീപ്ലേസ് ചെയ്യാതിരുന്നത്. എന്നിട്ട് മൂപ്പർ എന്തായത് ഒരു കൃത്യം പാർട്ടി ലൈനിലേ മൂപ്പർ നിന്നിട്ടുള്ളൂ. പാർട്ടിയാണ് എൻ്റെ അല്ല, എന്നെ വളർത്തിയ പാർട്ടിയാണ്, പാർട്ടിക്ക് എന്നെ ശാസിക്കാനും പാർട്ടിക്ക് എന്നെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് മൂപ്പർ പറഞ്ഞത്. ഇതൊക്കെയാണ് ഈ തെക്കൊള്ള ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഉയർത്തുന്ന പോലെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം കൊണ്ട് മനു വന്നത്. മനുവിൻ്റെ ഒരു ബേസിക് പ്രശ്നം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച ആളല്ല മനു. അതിൻ്റെ പ്രോബ്ലം മനുവിലുണ്ട്. കാരണം മനു വരുന്നത് ആ കുടിയേറ്റ മേഖലയിൽ ഒരു കോൺഗ്രസ് ഞാനും കോൺഗ്രസ് കുടുംബത്തിൽ വരുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഇടതുപക്ഷക്കാരനായത്. ഞാൻ പിന്നെ രാഷ്ട്രീയം വിട്ടു. മനു പക്ഷേ ഭാഗ്യവാനായിരുന്നു. ഈ മേഖലയിലുള്ള ആളുകളെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതൊക്കെ ഒരു നെഗറ്റീവാണ്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇപ്പോൾ എന്നെപ്പറ്റി എൻ്റെ ദേശാഭിമാനി ലേഖനമൊക്കെ വായിച്ച് ആരെയും എന്നെപ്പറ്റി അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ജനയുഗത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകളുണ്ട്. അവർ വന്നിട്ട് അവർ നമ്മളെ പാർട്ടി കുടുംബം നല്ലതെന്ന് പറയും. എന്നോട് ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അത് ഞാൻ നിങ്ങളോട് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് പിന്നെ വേറെ പൊളിറ്റിക്കൽ അംബീഷൻ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന പോലെ.
പിന്നെ സിവിൽ സർവീസ് ആയിരുന്നല്ലോ ലക്ഷ്യം. പിന്നെ അത് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു സമയത്ത് മാത്രമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കാര്യമായി ശ്രദ്ധിച്ചത്. ആ സമയത്ത് ഇവന്മാരൊക്കെ സ്വഭാവം എങ്ങനെയാണ് എന്ന് മനസ്സിലായപ്പോൾ ഞാനത് വിടുകയും ചെയ്തു. നമ്മളായിട്ട് ചിരിക്കും, അപ്പത്തോട്ട് ഒന്ന് വർത്താനം പോലും. അപ്പോൾ ആ മനുവിന് ഈ ഒരു പ്രശ്നമുണ്ട്. മനു അങ്ങനെ ആ ഒരു വലതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് മനുവിന് കുറച്ച് അംബീഷ്യസ് ആയിരുന്നു. മണ്ണൂരിലെ പാർട്ടി എന്ന് വെച്ചാൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ്. എസ്പെഷ്യലി ജയരാജേട്ടൻ അണ്ടറിൽ പ്രവർത്തി, പിണറായി വിജയനെ ജയരാജേട്ടനെ കോടിയേരി ബാലകൃഷ്ണൻ അണ്ടർ അവിടുത്തെ പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്താണ് മനു വരുന്നത്. മനു നോക്കുമ്പോൾ മനു ഒരു വലതുപക്ഷ കുടുംബത്തിൽ വന്ന ഉള്ളിൽ ആ വലതുപക്ഷ സ്വഭാവമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല തീരുമാനങ്ങളും നമുക്ക് വ്യക്തികൾക്ക് രുചിക്കാത്ത പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അതൊരു കൂട്ടായ്മയാണ്. ആ യന്ത്രത്തിൻ്റെ ഭാഗമായി നിൽക്കണം. അല്ലെ കോൺഗ്രസ് പോലെ എനിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്, എനിക്ക് പാർട്ടി നിലപാടല്ല, സോണിയാഗാന്ധി ചീത്തയും വന്ന ആ പാർട്ടിയിൽ നിൽക്കുന്ന പോലെ ഇതിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ മനു ഇങ്ങനെ വന്ന സമയത്ത് അടുത്ത DYFIൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ആരാണോ എന്നൊരു തീരുമാനം, ജില്ലാ സെക്രട്ടറി. അപ്പോൾ ഷാജവും വന്നു. ഷാജ കുറച്ച് ജൂനിയറാണ്. ഷാജ നോക്കും കുറച്ചുകൂടി അച്ചടക്കമുള്ള ആളാണ്. ഷാജൻ്റെ വരുന്ന ഒരിക്കലും ഇങ്ങനെ ഫൗൾ പ്ലേ വരില്ല. എന്നാൽ മനു കുറച്ച് അംബീഷ്യസ് ആണെന്ന് തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് പാർട്ടി നേതൃത്വത്തിൽ ജില്ലാ നേതൃത്വത്തിൽ ജയരാജേട്ടനാണ്. പാർട്ടി തീരുമാനം അയാളെ പ്രസിഡന്റ് ഇയാളെ സെക്രട്ടറി അന്ന് തൊട്ട് തുടങ്ങിയാണ് ഇയാൾക്ക് ഈ കയപ്പ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഈ മനു ഇത്രയും കാര്യമായിട്ട് രംഗത്ത് വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ മനുവിൻ്റെ പിന്നിൽ എത്രമാത്രം വേറെ പാർട്ടിക്കകത്തുള്ള ആൾക്കാരുണ്ട് എന്ന് നോക്കാം. കാരണം ഒന്ന് ഈ വളരെ വ്യക്തമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന തരത്തിലാണ്. അത് സംവാദത്തിന് വരാം പി ജയരാജനുമായിട്ട്, ഇത്രയും പ്രമുഖരായ വളരെ സീനിയറായ നേതാവോട് ഞാൻ സംവാദം നടത്താൻ തയ്യാറാണെന്ന തരത്തിൽ അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-നെ കുറിച്ചും CPM-ൻ്റെ ഒരു ചട്ടക്കൂടിനെ കുറിച്ചൊക്കെ അറിയാമെന്നുള്ളവർ നമുക്ക് അങ്ങനെ ഒരാളിനെ ധൈര്യമായിട്ട് വെല്ലുവിളിക്കാൻ സംവാദത്തിൽ വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ധൈര്യമുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണയുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മൾ അദ്ദേഹത്തിൻ്റെ അത് ഇനിയിപ്പോൾ ആ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പി ജയരാജൻ്റെ ഈ ഒരു അനുഭവങ്ങളൊക്കെ കുറേ ആൾക്കാരെ വെട്ടാനും കുത്താനും ഒക്കെ നിന്നത് കൊണ്ടുള്ള പാപത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ആ തരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ പോലും. കാരണം കുറേ ഉപദ്രവങ്ങൾ മനുഷ്യന് വ്യക്തിപരമായിട്ട് കൊല ഉൾപ്പെടെ ചെയ്യാനും അതിനെ ആസൂത്രണം ചെയ്യാനും ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒരു പാപഫലം അനുഭവിക്കേണ്ടി വരും. അത് ആണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ ഇരുന്നോട്ടെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? എന്നിട്ട് നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയാം. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനും ഈ യോഗം അല്ലെങ്കിൽ കർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ജയരാജേട്ടനെ പോലെ ഇത്രയും അടുത്ത പിണറായി കൊടിയേനും കഴിഞ്ഞാൽ അടുത്ത പാർട്ടിയിലെ പ്രമുഖനായിട്ട് വരേണ്ട പാർട്ടി അണികളുടെ ഇടയിൽ തന്നെ അവർ തന്നെ പൊക്കിക്കൊണ്ടുവരുന്ന ആളാണ് ജയരാജേട്ടൻ. നിലവിൽ ജയരാജൻ ജില്ലാ കമ്മിറ്റി മെമ്പറായി മാത്രമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ നോക്കിയിട്ട് മറ്റു കാരണങ്ങളും ഞാനും കാണുന്നില്ല. ആ കർമ്മത്തിൻ്റെ ഒരു ചക്രം ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിലും ഭീകരമായി ചെയ്ത പലരും ഉണ്ട്. അതുകൊണ്ട് അല്ല വന്നോളും അനുഭവിക്കുന്നു. അല്ല ഇപ്പൊ തന്നെ അത് ഒരു സംസ്ഥാനം മുഴുവനും ഒരു പ്രസ്ഥാനം മുഴുവനും പിന്നെ വേര് അറ്റുപോയി. ഇതിന്റെ ഒരു പ്രശ്നം അറിയോ? ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ക്ഷത്രിയന്റെ ധർമ്മമാണ്, രാഷ്ട്രീയ ക്ഷത്രിയന്റെ ജോലിയാണല്ലോ. ഇത്തരം അത്തരം ചില നിലപാടുകളും കാര്യങ്ങളൊക്കെ വേണ്ടിവരും. പക്ഷേ ഇതിൽ BJP-ക്കാരുടെ കോൺഗ്രസ്സുകാരുടെ ഗുണമെന്ന് വെച്ചാൽ ഇവർ ഇതിനൊക്കെ പരിഹാരം ചെയ്യും. ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പല ജയരാജേട്ടൻ ചെയ്യുന്നുണ്ടല്ല. അല്ല, പക്ഷേ ജയരാജേട്ടനെ പറഞ്ഞില്ല. മൂപ്പർക്ക് അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. മൂപ്പരുടെ കുടുംബക്ഷേത്ര സെന്ററിൽ പിന്നെ ഗണപതി ഹോമം പോയ ആളിനെ എനിക്കറിയാം. അല്ല, ഞാൻ പറയുന്നേക്ക് ജനറലി കമ്മ്യൂണിസ്റ്റുകാർ അതിൽ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ എഴുതി ഞാൻ കാണുന്ന ഒരാളാണ് ജയരാജേട്ടൻ അങ്ങനെ മർദ്ദിച്ച പരിപാടിയൊന്നുമില്ല. എൻ്റെ തന്നെ ജയരാജേട്ടൻ പറയും. ജയരാജേട്ടൻ ആപ്പാടെ ഇന്ന് മൂപ്പരുടെ കാവില് അവിടെ വീട്ടിലവിടെ തിറയുണ്ട്. ആ തിറയ്ക്ക് മൂപ്പര് കൃത്യമായി പോകാറുണ്ട്. അത് ആ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അല്ലാതെ ഈ പറയുന്നത് അത് ഓപ്പണാണ്, എല്ലാവർക്കും അറിയാവുന്നത്. മൂപ്പര് എനിക്കൊന്നു അജിൽ ശുക്കൂർ അതിന് ഏതൊരു കേസിൽ മൂപ്പർക്കെതിരെ CBI കൊടുത്ത കുറ്റപത്രമാണ് വരുന്നത്. കുടുംബകാവിൽ തിറ നടക്കുമ്പോൾ ഏതൊരു റൂമിൽ ഇരുന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്ന്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പം നമുക്കൊക്കെ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് മറച്ച് ചെയ്യുന്നത് തെറ്റാണ്. മൂപ്പരത് മറച്ച് ചെയ്യാറില്ല, ഓപ്പണായിട്ടാണ് മൂപ്പര് ചെയ്യാറുള്ളത്. അപ്പം പിന്നെ ഈ പറയുന്ന ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ജിതിൻ പറഞ്ഞ ലെറ്ററിൽ കാര്യം എനിക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം അവൻ്റെ അമ്മയാണ് ചേച്ചിയാണ് ആ സ്ഥലം കൊടുത്തത്. ചേച്ചിൻ്റെ പേരിലുള്ള 18 സെന്റ് 10 സെന്റ് അനിയന് എനിക്കൊന്ന് പിന്നെ അപ്പം പിന്നെ സ്വരുക്കൂട്ടി വെച്ച കുറച്ച് കാശുണ്ട്. അതുകൊണ്ടാണ് വീടുണ്ടാക്കിയത്. അപ്പോൾ വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പം ചേച്ചിയുടെ ഈ റിട്ടയർമെന്റ് ആനുകൂല്യം എല്ലാം കൂടി ചേച്ചി 10-19 അങ്ങനെ ലക്ഷം രൂപ ചേച്ചി സഹായിച്ചു. 4 ലക്ഷം രൂപ എനിക്കറിയാവുന്ന കേസ് ജയരാജേട്ടൻ. അതൊരു സാധാരണ വീട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു സാധാരണ അവസാനിച്ചുകൊണ്ട് പറയാം. ഞാൻ എനിക്ക് അവസാനം വേറൊരു പ്രശ്നം വെച്ചാല്
ജയരാജേട്ടൻ എന്തുകൊണ്ട് മനുവിനോട് പ്രതികരിക്കാൻ പോയി എന്നുള്ളതാണ്. അത് പ്രതികരിക്കണ്ടേ? കാരണം ജയരാജേട്ടൻ സെക്രട്ടറി ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളെ പറ്റിയാണ് മനു പറയുന്നത്. അതിന് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. മനുവിനെ കൊണ്ട് കുണുബാവയെ വാ എന്ന് വന്നുകൊണ്ടിരിക്കുന്ന നിലപാടായിരുന്നു. ആ സമയത്ത് പ്രതികരിക്കുക എന്നുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തമായിരുന്നു. അന്നത്തെ ജില്ലാ സെക്രട്ടറി ജയരാജേട്ടൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. പ്രതികരിക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജയരാജേട്ടൻ എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ജയരാജേട്ടൻ അങ്ങനെ പ്രതികരിക്കാൻ പോയില്ലല്ലോ. പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി മിണ്ടുന്നില്ല. അതാണ് ജയരാജേട്ടൻ. അപ്പൊ ഇനി എനിക്കൊരു ലാസ്റ്റ് ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോ ഈ ജെയിൻ രാജിനെ കുറിച്ച്, പി ജയരാജന്റെ മകൻ ജെയിൻ രാജിനെ കുറിച്ച് ഒരു വലിയൊരു ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അത് പാർട്ടി തലത്തിൽ തന്നെ ഇങ്ങനെ വളരെ ശക്തമായി നിൽക്കുമ്പോൾ ജെയിൻ രാജ് ഓപ്പണായിട്ട് വന്നിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ വീട് വെച്ചു, ശരി തന്നെ, എൻ്റെ വീട് എന്നതാണ്, പടവും ഇട്ടു, ആ വീടിൻ്റെ പടവും എടുത്തിട്ടു, അദ്ദേഹം പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ വീട് വെച്ചത് എങ്ങനെയാണ്, ക്ലിയർ ആയിട്ട് എങ്ങനെ എനിക്ക് പൈസ കിട്ടി, ഞാൻ എത്ര രൂപ ഇവിടെ നിന്ന് തുടങ്ങിയ പൈസ എത്ര, അമ്മേൻ്റെ നിന്ന് കിട്ടിയത് എത്ര, അച്ഛൻ്റെ നിന്ന് എത്ര, വൈഫിൻ്റെ നിന്ന് കിട്ടിയത് എത്ര, വൈഫിൻ്റെ ബന്ധുക്കളെ നിന്ന് കിട്ടിയത് എത്ര, ലോൺ എടുത്തത് എത്ര എന്ന് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളൊരു വീട് വെച്ചതിൽ യാതൊരു അഴിമതിയോ യാതൊരു അവിഹിതമായ പണമോ വന്നിട്ടുള്ളത് നമുക്ക് തോന്നില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ടാണ് അത് വായിച്ച് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ പല വലിയ നേതാക്കന്മാരുടെ മക്കളുടെ പേരിലും ഇതുപോലെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആ മക്കൾ ഇതുപോലെ ഒന്ന് വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് ഇതുപോലെ ഈ ജെയിൻ രാജ് ഇട്ട പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോരായിരുന്നോ? എല്ലാം തീരുമായിരുന്നില്ലേ? ഈ മനു ഉന്നയിച്ച ആരോപണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തോന്നിയോ, അത് സ്പെസിഫിക് ആരോപണമാണ്. ഈ പൊതുവേ നമ്മൾ കണ്ട കോൺഗ്രസ്സുകാർ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ഉന്നയിക്കുന്നതാണ് ഇത്തരം ആരോപണങ്ങൾ, വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാർ. പക്ഷെ മനു മനസ്സിലാത്തൊരു കാര്യമുണ്ട്, ഒരു തെളിവും ഇല്ലാതെയാണ് ഈ പറഞ്ഞത്. അത് പത്രക്കാർക്ക് കുറേ ആളുകൾക്ക് എന്തെന്ന് കിട്ടാൻ വേണ്ടിയുള്ളത് അവർ ഹൈപ്പ് കൊടുത്തു. ഇതിന് ഏറ്റവും വലിയ രസം പിണറായി വിജയൻ അതിശക്തമായി എതിരായിട്ടുള്ള പത്രക്കാരും മനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ വേറെ ആളുകൾ എന്താ പറയുന്നത്, മനുവിൻ്റെ പിന്നിൽ പാർട്ടിയുടെ ഒഫീഷ്യൽ ലീഡർഷിപ്പ്, അതെങ്ങനെ ശരിയാവുക? ഒരേ സമയം തന്നെ പിണറായി വിജയൻ്റെ ഒഫീഷ്യൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഉമേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ പറയുന്നു എന്താണ്, മനു ഭയങ്കര സംഭവമാണ്. ഓക്കെ, അങ്ങോട്ട് വരുന്നു. ഒന്ന്, രണ്ട്, ഇതേപോലെ തന്നെ പിണറായി വിജയന്റെ ശത്രുവായിട്ടുള്ള ഈ പത്രങ്ങളെല്ലാം പറയുന്നു മനുവല്ലേ. പക്ഷെ മനു പറയുന്ന ഒരു തെളിവുമില്ല. മനസ്സിലായില്ലേ? ഇവർ രണ്ടുപേരും പറയുന്നു, അതായത് പിണറായി വിജയന്റെ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകളും പറയുന്നു മനു എന്തോ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പറയാൻ മനു കാറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഓരോരുത്തർ രീതികൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇദ്ദേഹം ജിതിൻ കണ്ടുപിടിച്ച് സഖാവ് പി ജയരാജനല്ലേ, അതിന്റെ ഗുണം ജിതിൻ കാണിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും പല മക്കളും അവരുടെ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് ഫേസ്ബുക്കിൽ എനിക്കിപ്പം ജനറ്റിക്കിന് എന്റെ വാപ്പാന്റെ ഓരോ സ്വഭാവശേഷങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തർക്കും ജനറ്റിക്കിന് ഓരോ സ്വഭാവശേഷം ഉണ്ട്. എന്തെങ്കിലും കള്ളങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇവരതിന്റെ രാഷ്ട്രീയത്തിലുള്ള ആളുകളല്ലല്ലോ. രാഷ്ട്രീയത്തിലുള്ള ആളുകൾ ജയിനാണെങ്കിൽ ഈ പാർട്ടിയുടെ പല നേതാക്കളുടെയും മക്കളാണ്. അവർ രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ്. അവരൊക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ പാർട്ടിക്കാരാണ് പാർട്ടി കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തേക്കുന്നത്. പാർട്ടി പറയും, പാർട്ടി വന്നാൽ കൊടുക്കണം. ഇവരെ കാര്യത്തിൽ അതല്ലല്ലോ. അപ്പം ജയിന് മറുപടി ഇടണമെന്ന് തോന്നി, ജയിൻ ഇട്ടു. അത് ജയിൻ ചേച്ചിയും നേതാവല്ലേ, നേതാവിന് പറയാല്ലേ മോളെ, പ്രൈവറ്റ് വ്യക്തി സ്വാതന്ത്ര്യമേ ഉള്ളൂ. അത് കുട്ടികളല്ല, കുട്ടികൾ അവരെ ബൈക്ക് വിടണം. ജയരാജേട്ടനെ മോൻ അങ്ങനെ ചെയ്യണമെന്ന് അവൻ ചെയ്തു, അത്രേ ഉള്ളൂ. മറ്റവർക്ക് ചെയ്യണമെന്ന് അവർ ചെയ്യണം, മറ്റവർക്ക് ഇടാൻ പറ്റില്ല. അവർ ചെയ്യാൻ പറ്റി ചെയ്യണം, അത്രേ ഉള്ളൂ.